You are the queen, you are the queen. You're the queen of heaven, remove the pain in my heart. You are the queen of the queen, you are the queenie. You're the queen of heaven, remove the pain in my heart. Clothed in golden light with 12 shining stars. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുക. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 8 വരെ നമ്മൾ 8 നോമ്പ് ആചരിക്കുക. സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ജനന തിരുനാളാണ്. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. എന്നാൽ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ കുടുംബം പാരമ്പര്യമായി ഓട് നിർമ്മാണ ഫാക്ടറികൾ നടത്തിയിരുന്നതാണ്. തൃശ്ശൂർ, എറണാകുളം ജില്ലയിലായിട്ട് ഞങ്ങളുടെ ഫാക്ടറികൾ പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും ട്രിച്ചിയിലേക്ക് പോവുകയും ട്രിച്ചിയിൽ നിന്നാണ് പിന്നീട് മറ്റു പല ഡീലേഴ്സിനെ കാണാൻ പോകാറുള്ളത്. ആ യാത്രകളിലൊക്കെ 1984 മുതൽ ട്രിച്ചി പോകുന്ന സമയത്തൊക്കെ സമയം കണ്ടെത്തി വേളാങ്കണ്ണി പോയി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നീട് എൻ്റെ ശ്രദ്ധ ബിസിനസ്സിൽ നിന്നൊക്കെ മാറി ആത്മീയരംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായിട്ട് ദൈവം അവസരമൊരുക്കി. എന്നാൽ 2007 കാലഘട്ടമൊക്കെ വന്ന സമയത്ത് ഒരു ആത്മീയമായ മുരടിപ്പ്, വിരസതയൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. ആത്മീയ ശുശ്രൂഷ നിർത്തിവെച്ച് വീണ്ടും പഴയ പോലെ ബിസിനസ് മേഖലയിലേക്ക് തിരിച്ചു പോകണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ടായി. ചില ആത്മീയ ശുശ്രൂഷകരുമായിട്ടും ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നവരുമായിട്ടൊക്കെ ഉണ്ടായ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ അതിന് പുറകിലുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ശുശ്രൂഷ നിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചു. ആ പ്രാർത്ഥന ആരംഭിച്ച സമയത്ത് വേളാങ്കണ്ണിയിലുള്ള ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേളാങ്കണ്ണി പള്ളിയോട് ചേർന്നുള്ള ധ്യാന മന്ദിരത്തിൽ ധ്യാന ശുശ്രൂഷ മലയാളത്തിൽ നടത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഡയറക്ടേഴ്സിനെ കാണാൻ പറഞ്ഞു. എനിക്ക് മുൻപരിചയമില്ലാത്തൊരു സഹോദരനാണ്. അദ്ദേഹത്തിന് എങ്ങനെയോ എൻ്റെ നമ്പർ കിട്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. എന്തായാലും ഇതൊരു ദൈവസ്വരമാണെന്ന് എനിക്ക് ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ വേളാങ്കണ്ണി പോയി. അന്ന് വേളാങ്കണ്ണി പള്ളിയോട് ചേർന്നുള്ള ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്ന ഫാദർ അമുദൻ എന്ന് വിളിക്കപ്പെടുന്ന അച്ഛനെ, തഞ്ചാവൂർ രൂപതയിലെ വൈദികനെ പോയി കണ്ട് അച്ഛനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. 2008 മുതൽ മലയാളത്തിലെ വേളാങ്കണ്ണി പള്ളിയോട് ചേർന്നുള്ള ധ്യാന മന്ദിരത്തിൽ താമസിച്ചുള്ള ധ്യാന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാൻ ദൈവം എന്നെ അനുവദിച്ചു. അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷയിൽ ഒരു മുരടിപ്പ് അനുഭവപ്പെടുന്ന സമയത്ത്, ശുശ്രൂഷ ജീവിതം നിർത്തി പോകണമെന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയത്ത് വീണ്ടും ഒരു തുടക്കം കുറിക്കുവാൻ, വേളാങ്കണ്ണിയിൽ പോയി തുടക്കം കുറിക്കുവാൻ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ എന്നെ സഹായിച്ചു. ദൈവകൃപയാൽ 2008 ആരംഭിച്ച ശുശ്രൂഷ ഇപ്പോൾ 18 വർഷമായി ഇപ്പോഴും അത് തുടരുന്നു. ആദ്യം മലയാളത്തിൽ ആരംഭിച്ചെങ്കിലും പിന്നീട് തമിഴിലും കന്നഡയിലും കൊങ്കണിയിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എല്ലാം ധ്യാന ശുശ്രൂഷകൾ അവിടെ നടത്തുവാനായിട്ട് ദൈവം അനുവദിച്ചു. വിവിധ ദേശങ്ങളിൽ പോയിട്ട് സുവിശേഷം പറയുവാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. എൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ കേന്ദ്രബിന്ദുവായി വേളാങ്കണ്ണി ദേവാലയവും പരിശുദ്ധ കന്യാമറിയവും മാറി. മാത്രമല്ല, ആത്മീയ മേഖലയിൽ നിന്ന് പിന്നോട്ട് പോയ ധ്യാനങ്ങൾക്കൊക്കെ പോകാൻ മടി പിടിക്കുന്ന പലരെയും വേളാങ്കണ്ണിയിലേക്കുള്ള യാത്രകളിലേക്ക് ക്ഷണിക്കുകയും ആ യാത്രകളിൽ പങ്കെടുക്കുന്ന ആളുകളെ പിന്നീട് ധ്യാന ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനായിട്ട് പ്രേരണ നൽകുവാനും ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ജനന തിരുനാൾ നമുക്ക്
ആഘോഷമായി കൊണ്ടാടാം. സ്റ്റാർസ് അച്ഛൻ നടത്തുന്ന ആത്മീയ ശുശ്രൂഷകളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ആത്മീയ നിർദ്ദേശങ്ങളനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ 4000 വർഷമായിട്ട് നമ്മുടെ ബൈബിൾ വെച്ച് നോക്കുമ്പോൾ തന്നെ 4000 വർഷമായിട്ട് ദൈവജനം കാത്തിരിക്കുക. ദൈവജനം അബ്രാഹത്തിന്റെ കാലം തൊട്ടാണ് 2000 വർഷം, ആദ്യം തൊട്ടാണ് 4000 വർഷത്തോളം ബൈബിളിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ പോലും ഈ ഈശോയ്ക്ക് വേണ്ടി, കാരണം 3-ാം അധ്യായത്തിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ടല്ലോ രക്ഷകനെ. അന്നേരം തൊട്ട് വാഗ്ദാനം ചെയ്ത ആ രക്ഷകനെ കാത്തിരിക്കുകയാണ് മനുഷ്യവർക്കും പ്രത്യേകിച്ച് ഈ ദൈവജനം. എന്നിട്ട് അവരുടെ കാലത്ത് ഈശോ പിറന്നപ്പോഴേ അവർക്കറിയായിരുന്നു. കാരണം ഈ ഇവിടുന്ന് നമ്മുടെ പൂജാരാജാക്കന്മാർ നക്ഷത്രം കണ്ടു പോവുകയാണല്ലോ. അവരുടെ ജ്ഞാനത്താൽ അവർ കണ്ട് ഈശോയിലേക്ക് നക്ഷത്രം കണ്ടവർ ഈശോയുടെ അടുത്തേക്ക് പോയി. അത് നാളുകളുടെ അടുത്തായിരിക്കും ചെന്ന കേട്ടോ. ഇപ്പം നമ്മൾ കൃപ്പി വെക്കുന്ന പോലെ പെട്ടെന്ന് പൂജാരാജാക്കന്മാർ അന്ന് തന്നെ ചെയ്തതല്ല. അപ്പോൾ അതുകൊണ്ടാണ് 2 വയസ്സിൽ താഴെയുള്ള ഇവരെ വധിക്കുന്നത്. പക്ഷെ അന്നേരം ഈ ഹെറോദോസ് വിളിച്ച് ചോദിക്കുന്നത് യഹൂദ പാണ്ഡിത്യമുള്ളവരെ, ജ്ഞാനികളെ വിളിച്ച് ചോദിക്കുക, എവിടെയാണ് മിശിഹ ജനിക്കുന്നത്, സ്ഥലം എവിടെയാണെന്നും കാലം എവിടെയാണെന്നും ചോദിക്കുക. അപ്പം കാലം അതാണെന്നും സ്ഥലം ബെത്ലഹേമാണെന്നും ഇവർക്കറിയായിട്ട് ഇവരാരും പോയതായിട്ട് പറയുന്നില്ല. കാരണം ഇത്രയും ഒരുങ്ങിയിരുന്നവരാണെന്ന് ഓർക്കണം. ഇത്രയും കാലം ഒരുങ്ങിയിരുന്നിട്ട് ആർക്കു വേണ്ടി ഇത്രയും ആകാംക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരുന്നു. അവരുടെ സിനഗോഗുകളിലെല്ലാം ഈ മിശിഹായെക്കുറിച്ചാണല്ലോ എല്ലാ പ്രവചനം കിടക്കുന്നത്. ഈ പ്രവചനങ്ങളെല്ലാം ഇങ്ങനെ അവർക്കുണ്ടായിട്ട് അറിഞ്ഞിട്ടും ഈ രക്ഷകൻ ജനിച്ചപ്പോഴേ അവർ പോകുന്നില്ല. ആട്ടിടയന്മാരോട് പറഞ്ഞപ്പോൾ അവർ അന്ന് രാത്രി തന്നെ പകലായ നേരം എടുത്തിട്ട് പോകാൻ നല്ല വെക്കുന്നത്, അന്നേരം തന്നെ അവർ പോവുക. അപ്പം അങ്ങനെ ഒരു തല ഈ അറിവിനുണ്ടേ. അറിവിനെന്ന് പറഞ്ഞാൽ അത് ഈ ബിബ്ലിക്കൽ നോളജിനാണെങ്കിൽ പോലും അത് ഭയങ്കര ഒരു അതിനകത്ത് ഈ വചനത്തിനകത്തുനിന്ന് 2 കാര്യങ്ങൾ അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ടേ. അല്ല, നമുക്ക് ശ്രദ്ധിക്കാവുന്നത്, ഒന്ന്, നസറത്തിൽ നിന്ന് നന്മ വരികയല്ലെന്നാണ് വചനം വെച്ച് നോക്കിയാൽ കിടക്കുന്നത്. അതാണ് നഥാനിയേൽ അങ്ങനെ പറഞ്ഞത്. സുവിശേഷത്തിൽ നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അപ്പോൾ അന്നേരം നന്മ വരികയല്ലെന്നാണ് അവർ വചനം പഠിച്ചേച്ച് പറഞ്ഞത്. അങ്ങനെയാണ് അവരുടെ മനസ്സിലെ ധാരണ. പക്ഷെ ആ നസറത്തിൽ നിന്ന് തന്നെയാണ്, നന്മയല്ല, ദൈവം തന്നെ വന്നത്. സുപ്രീം ഗുഡല്ല വന്നേ. നന്മ വരികയല്ല, ഗുഡ് വരികയല്ലെന്ന് പറഞ്ഞിടത്തുനിന്ന് അവർ വിചാരിച്ചിടത്തുനിന്ന് സുപ്രീം സുമ്മും ബോനൂസ് എന്നാ പറയുന്നത്, സുപ്രീം ഗുഡ് എന്നാ പറയുന്നത്. അല്ലെ, ദൈവം തന്നെ വന്നു. അപ്പോൾ അങ്ങനെ ആ ഒരെണ്ണം അവർക്ക് പിടികിട്ടിയില്ല. 2, ഗലീലയിൽ നിന്ന് ഒരു പ്രവാചകനും വരികയല്ലെന്ന് ആണ് വചനം വെച്ച് നോക്കിയാൽ അവർക്ക് മനസ്സിലായിരിക്കുന്നു. പക്ഷെ ഗലീലയിൽ നിന്നാണ് പ്രവചനങ്ങളെല്ലാം ആര് പൂർത്തിയായോ അവൻ വന്നത്. അപ്പോൾ അങ്ങനെ നോക്കി വചനത്തിന്റെ കൃത്യത്തിൽ നമുക്കൊന്ന് നോക്കിയാൽ അങ്ങനെ 2 കാര്യങ്ങൾ അങ്ങനെ കിടക്കുക. പക്ഷെ മാതാവിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. മാതാവിന്റെ വ്യത്യാസം, മാതാവ് നസറത്തിലായിരുന്നപ്പോഴാണ് ദൈവദൂതൻ വന്ന് നിന്നിൽ മിശിഹ ജനിക്കൂ എന്ന് പറയുന്നത്, ദൈവപുത്രൻ ജനിക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ മാതാവ് അവിടെ ഇരുന്ന് ബെത്ലഹേമിലാണ്, പ്രവചനവും വചനവും അനുസരിച്ച് ബെത്ലഹേമിലാണ് രക്ഷകൻ ജനിക്കുന്നത്. അത് കിലോമീറ്റർ അകലുണ്ട്. ആ കിലോമീറ്റർ ഒന്ന് നോക്കണം നമുക്ക് എന്തായാലും. അത്രയും അകലെ ഉള്ളിടത്ത് മാതാവ് നസറത്തിലിരുന്ന് വിശ്വസിച്ചു ഈ ദൈവമേ. കാരണം വചനം അനുസരിച്ച് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, കാരണം ബെത്ലഹേമില്ല. പക്ഷെ മാതാവിന് ദൈവം വന്ന് വചനം പറഞ്ഞപ്പോൾ മാതാവ് ഇതിനെയൊന്നും ആലോചിക്കാതെ, ദൈവമാണല്ലോ ഈ പറയുന്നത്, വിശ്വസിച്ചു. പക്ഷെ ബെത്ലഹേമിൽ ജനിക്കാൻ ദൈവത്തിന് മാർഗങ്ങളുണ്ടല്ലോ. നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് ആ വേറെ ഒരു സാധ്യത ഇല്ലാത്ത പോലെ നമുക്ക് തോന്നുന്നു. കറക്റ്റ് എന്നാൽ ബെത്ലഹേമിൽ ജനിച്ചു, പക്ഷെ നസറത്തിലിരുന്ന് വിശ്വസിക്കാൻ മാതാവിന് പറ്റി. അങ്ങനെ അതൊരു വലിയ ഇതാണ് കേട്ടോ. നസറത്തും ഗലീലയിൽ നിന്ന് പ്രവാചകൻ വരികയില്ലെന്ന് പറഞ്ഞിടത്തുനിന്ന് പ്രവചനങ്ങൾ പൂർത്തിയാക്കിയവൻ വന്നു. നസറത്തിൽ നിന്ന് നന്മ വരികയില്ലാത്തടത്തുനിന്ന് ദൈവം തന്നെ വന്നു. മാതാവ് നസറത്തിലിരുന്ന് മാതാവിന്റെ ഭാഗത്തു നിന്ന് ഈ മാതാവിന്റെ വിശ്വാസമാണ് നമുക്ക് കിട്ടണ്ടേ. You are the queen. You are the queen. You're the queen of heaven. Remove the pain in my heart. You are the queen of the queen. You are the queenie. You're the queen of heaven. Remove the pain in my heart.
Clothed in golden light with 12 shining stars. You bore the rising sun within your womb. Your name is our joy. Your feet bring us comfort. Are the queen, You are the queen. are